ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ചില സൗണ്ട് പ്രശ്നങ്ങൾ പുറത്തുണ്ടാവും, അത് നിങ്ങൾ ഒന്ന് കണ്ടില്ല എന്നടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗാണ്. അപ്പോൾ ഞാനിത് വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ആ ഡേ ഫുള്ള് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാനിങ്ങനെ സെക്കൻഡ് കണക്കിന് ഞെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ നടന്നെന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല. അത്ര കാര്യങ്ങൾ നടന്നു, അത്ര രസമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൂടെ ആക്കി. ഞാൻ റീൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റയിൽ കാണാം, റീൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ഇതിൻ്റെ ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. പിന്നെ ഒരിക്കലും എനിക്കിത് കാണണം തോന്നുമ്പോൾ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബർത്ത്ഡേ അങ്ങനെ എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കിത് 26ാമത്തെ ബർത്ത്ഡേ. എൻ്റെ 25 വർഷമായിട്ട് ഇങ്ങനൊരു സർപ്രൈസ് ഇല്ല. സാധാരണ വീട്ടിലായിരിക്കും, മെയ് മാസമാണല്ലോ ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലായിരിക്കും. അപ്പോൾ വീട്ടിലെ കേക്ക് വാങ്ങും, കേക്ക് മുറിക്കും. അങ്ങനെ ഞെട്ടാൻ മാത്രം ഒന്നുമില്ല. പിള്ളേർ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. ഈ പിള്ളേർ വലുതാവാൻ തുടങ്ങിയപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തരും, അത് സന്തോഷമായിരുന്നു. അല്ലാണ്ട് എനിക്കങ്ങനെ ആരും അങ്ങനെ ആൾക്കാർ വിഷ് ചെയ്യുന്ന ആൾക്കാരിൽ മാറ്റങ്ങളുണ്ടാവും. ഈ വർഷം മുണ്ടുന്നാൽ അടുത്ത വർഷം മുണ്ടുന്നതിൽ അങ്ങനെയൊക്കെ ആണല്ലോ ഒരു പ്രോസസ്സിങ്. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നല്ലാണ്ട് വേറെ പ്രത്യേക ഒരു ഭയങ്കര ഞെട്ട് അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയിലില്ല എൻ്റെ ഈ പ്രാവശ്യം. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഈ 4 കൊല്ലവും കോളേജിൽ പഠിച്ചിട്ട് നടക്കാത്തൊന്നും 5ാമത്തെ കൊല്ലം നടക്കില്ലല്ലോ എന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഫുള്ള് എൻ്റെ ആ തോട്ട് പ്രോസസ്സേ കംപ്ലീറ്റ് ചേഞ്ച് ആക്കി കളി എൻ്റെ ചുറ്റുള്ള പിള്ളേർ. ഞാൻ മെയ് 13-ാം തീയതി 14-ാണ് ബർത്ത്ഡേ. അപ്പോൾ 13-ാം തീയതി ഞാൻ ഒന്നുമില്ല, എന്തെന്നാ നാളെയാണ് ബർത്ത്ഡേ എന്നുള്ള ഈ ഒരു കുന്തം പോലെ എൻ്റെ മനസ്സിലില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ തിരക്കിൽ ഇങ്ങനെ ഫോണിൽ ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണെങ്കിൽ തലേന്ന് 2-3 ദിവസം മുന്നേ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് നിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, ബർത്ത്ഡേ. ഇപ്പം ഞാൻ പറഞ്ഞു വലിയ കാര്യം, ഇപ്പം നിങ്ങളൊന്നും വരുന്നില്ലല്ലോ, അതായത് പറഞ്ഞ ആളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അവനൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും എല്ലാവരുടേതായ തിരക്കല്ല, എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഒരു മാസം മുന്നേ എങ്ങാണ്ടോ അവരിതൊക്കെ പ്ലാൻ ചെയ്ത് പക്ക എക്സിക്യൂഷനിൽ ഗ്രൂപ്പൊക്കെ വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ, അതായത് എൻ്റെ നാട്ടിലെ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഇവർ തമ്മിൽ എങ്ങനെ കണക്ട് ആയെന്ന് പോലെ എനിക്കറിയില്ല. ഇവർ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ എനിക്കിതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അവർ 13-ാം തീയതി ഇങ്ങോട്ട് വരിക. അപ്പോൾ അതിൻ്റെ തലേന്നൊക്കെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും, കുത്തി വിഷമിക്കും. ഇതൊക്കെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ എത്ര വിഷമിപ്പിച്ചു. എന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ട്രിഗർ ചെയ്യുക. എനിക്ക് വിഷമം എൻ്റെ തലേന്നാണെങ്കിൽ എനിക്ക് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ കുറച്ച് കരയൊക്കെ ചെയ്ത്. അപ്പോൾ വേറെ എന്തൊക്കെയോ കാര്യത്തിന് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെതായ പണികളുള്ളത്. അന്നാണെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കുന്ന രാവിലെയൊക്കെ ചിലർ. അപ്പോൾ വിളിച്ചൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ആട്ടെ വെച്ചു, എനിക്ക് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തിരക്കില്ല. അങ്ങനെ ഞാൻ എങ്ങനെ ഞെട്ടിയെന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ ഇവരെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അവർ വരുന്ന വഴിക്ക് അവരിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായി, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് കാണാം. ബർത്ത്ഡേ ആണ് നാളെ. അപ്പം അതിന് ഞങ്ങൾ എത്തിയെന്നാണ്. അതെ, നമ്മളിവിടെ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഏതോ ഒരു കേക്ക് വെക്കുന്നു. പേര് വരും പറയില്ല കേട്ടോ. അവരുടെ പ്രയാണം പോലെ ഞങ്ങൾ നടക്കാവെത്തി ഇവിടെ എന്തെന്ന് അറിയാതെ നിൽക്കുന്നു. എയർപോർട്ട് നോക്കി എടുത്തു ഞങ്ങളുടെ വീട് എന്തായാലും വൈകാണ്ടെത്തി. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ നടക്കാവുന്ന കയറി, പൈസ ലാഭിക്കാൻ വേണ്ടി ബസ് കയറി. കേക്കും അറിയില്ല എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ കേക്ക് അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ശുഭപ്രതീക്ഷയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിഗൽ ബേക്കറിയുടെ പരസ്യം സ്ട്രോങ് മുറുക്കത്തിനും. ഹായ് ഗായ്സ്, ഞങ്ങൾ നടുവന്നൂർ ബസ് സ്റ്റോപ്പിൽ എത്തിയില്ലേ. ഇന്ന് നമ്മൾ വീട്ടിൽ പോകാണ്ട് ജയവിനെ കാത്തു നിൽക്കാം. ഇങ്ങനെയാണ് അവർ വന്നത്. ഞാൻ ആ സമയത്ത് അകത്ത് കിടന്നിട്ട് ഫോണിൽ നോക്കിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ലൊന്നും അടിച്ചില്ല. പെട്ടെന്ന് എന്തോ വണ്ടി വന്നേന്ന് തോന്നുന്നു പുറത്ത്. അപ്പോൾ സാധാരണ ഇങ്ങനെ വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് എണീറ്റ് പോയി നോക്കല്ല, എനിക്ക് മൂടുണ്ടെങ്കിലേ നോക്കൂ. ഇത് ഞാൻ അകത്ത് കിടന്ന് ഭയങ്കര തിരക്കാണ്, ഞാൻ നോക്കിയില്ല. അപ്പോൾ പിള്ളേരാരെങ്കിലും നോക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് അമ്മ പുറത്തോട്ട് നോക്കി, അമ്മ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്താ ആരാ ഞാൻ ചോദിക്കുന്നുണ്ട്, ആരാ പുറത്ത്. അപ്പോൾ അമ്മ ഇല്ല, അച്ഛനെ കാണാൻ ആരോ വന്നേന്ന്. അപ്പം ഞാനിങ്ങനെ അതിന് അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ഷോപ്പിലാണല്ലേ, പിന്നെ എന്തിനാ അച്ഛനെ കാണാൻ ഇവിടെ വരുന്നതെന്നേ. പക്ഷെ അമ്മയ്ക്ക് പിന്നെ എക്സ്പ്രഷൻ, അമ്മ ഇങ്ങനെ ഈ നിപ്പാ. എന്നിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞ ജയവിൻ്റെ കസിൻ വന്നിട്ടുണ്ട്. അതായത് ജയവിൻ്റെ കസിൻ ഇടയ്ക്ക് ഇവിടെ വരലുണ്ട്. അപ്പം അവൾ വന്നു. അപ്പം ഞാൻ അവളെങ്ങനെ വന്നു, അവനിവിടെ ഇല്ലല്ലോ, അവനിവിടെ ഇല്ലാണ്ട് അവൾ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വെച്ച്. എന്നിട്ട് ഞാൻ കൊലായിലേക്ക് നടന്നു പോയി. ബാക്കി നിങ്ങൾ കാണും.
ഹാപ്പി ബർത്ത്ഡേ. കാസർഗോഡ് പോക്കു അവിടെ രാവിലെ ഉണ്ട് ഞാൻ വരുമ്പത്തിന് അങ്ങനെ പറയലില്ലല്ലോ. അയ്യോ കറക്റ്റ് കേക്കിന്റെ മോള്. ഇത് റെക്കോർഡൊക്കെ കിട്ടിയ കേക്കാണ്. കഴിച്ചോക്കാം. കേക്ക് പോലൊന്നുമില്ല, പായസം പോലെ നാളെ ഹാപ്പി ബർത്ത്ഡേ ശബനം. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെ എടുക്കും മറ്റേ പ്രകാശനം ചെയ്ത് എന്തോ അതിനൊക്കെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. സ്റ്റോറി ഇവനെ കൊടുന്ന് ഞാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു. യദു വന്നു, അഞ്ജന ഇതിലുണ്ട്. അഞ്ജനന്റെ വേറെ ഫോട്ടോ ഇല്ല കൂടെ. പിള്ളേരിതാ എല്ലാരും ഉണ്ട്. ഹാപ്പി ആയില്ലേ? അതിന് പിന്നിൽ എന്റെ നീ ഇത് മൊത്തം നീ എന്തോ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. വീഡിയോ എടുക്കണോ അവൻ? മതി പയ്യടി നീ ഇതാപ്പന്ന് ഉണ്ടായത്. ഞാൻ ഫുള്ളായിട്ട് സ്റ്റെക്കായി. ആ ഒരു അരമുക്കാ മണിക്കൂർ എന്തുണ്ടായി എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ ഇവരൊക്കെ കണ്ടിട്ടേ, ആ നീയാണോ, നീ എന്താ ഇവിടെ, ഇവളെന്താ ഇവിടെ. ഞാൻ ഓരോരുത്തരും കാണുമ്പോൾ ഓരോരുത്തരെ ഇത് ഞെട്ടുക. ഓനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. ഇവർ എല്ലാവരും കൂടെ കണ്ടപ്പോൾ എനിക്ക് ആകെ പാത്തുവിനെ കണ്ടിട്ടായാലും അഭിരാമി, അഞ്ജന, ഞാൻ ഇവളെ കസിൻ വന്നെന്ന് പറഞ്ഞാണല്ലോ പുറത്തോട്ട് പോയി. അപ്പോൾ അവളെ കണ്ടപ്പോൾ ആ കസിൻ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് 8 മിനിറ്റോട് ഞാൻ അവൻ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ജേവി വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഞാൻ ജേവിന് നോത്തേക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ അവൻ്റെ മുഖം കാണണേ. അതിൻ്റെ അകത്ത് എനിക്ക് കാണാം വീഡിയോയിൽ. ഫസ്റ്റ് നോക്കുമ്പോൾ അവൻ്റെ മുഖം കാണണേ. പിന്നെ ഞാൻ നോക്കുമ്പോൾ കേക്കുമായിട്ട് പാത്തുവോ അത് കഴിഞ്ഞപ്പോൾ അഭിരാമി, അഞ്ജന, ഇവരൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കിങ്ങനെ പറഞ്ഞറിയിക്കേണ്ട അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഞെട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ തലേന്നായതുകൊണ്ട് ഞാനത് തീരെ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഞെട്ടി എന്തോ പോലെ. എന്നിട്ട് കേക്കൊക്കെ മുറിച്ച് ഞാനിങ്ങനെ ആയെന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. എനിക്ക് അപ്പോഴും ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് പോയിന്റ്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അവരെനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. എല്ലാം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്തുവിന് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടതുണ്ടായി. അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും അവരൊക്കെ ഒരു തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വരണം. തൃശ്ശൂർ പാലക്കാട് നിന്നൊക്കെയാണ് ഇവിടെ വരെ വന്നത്. ജേവനാണെങ്കിൽ എറണാകുളത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ എനിക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്തപ്പോൾ ഞാൻ ഫുൾ ഷോക്കിലായിരുന്നു. എന്തൊക്കെയോ പരിസര ബോധമില്ലാണ്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അവളെ കൊണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി എടുത്ത് പോയി. അതും രസമായിരുന്നു, അതും ഫണ്ണായിരുന്നു. ഓരോ ചെറിയ കാര്യങ്ങളടക്കം ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇവരെ കൂടെ പുറത്ത് പോയി. അങ്ങനെ ഫുള്ള് രസമായിരുന്നു വണ്ടിയിലകത്തൊക്കെ. അതെനിക്ക് വീഡിയോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ രാത്രി പാത്തുവിനെ അവിടെ കൊണ്ടാക്കി, ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി, അവളെ ബസ് കയറ്റി വിട്ടു. പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ പെട്ടെന്ന് പോകണ്ടല്ലോ, എന്തായാലും കോഴിക്കോട് വരെ വന്ന്. അപ്പോൾ നമുക്കൊന്ന് ബീച്ച് കറങ്ങിയേക്കാൻ വെച്ചിട്ട് ബീച്ചിൽ പോയി. അങ്ങനെ ബീച്ചിലൊക്കെ പോയി കുറച്ച് ഇത് കൂടെയൊക്കെ എന്തൊക്കെയോ തിന്നൊക്കെ നടന്ന ആ വീഡിയോ ഞാൻ ഇടാം, നിങ്ങളൊന്ന് കണ്ടു വെക്കാം. എനിക്ക് നനയണം. വലിയ ശരിയാ.
എരിവുണ്ടല്ലേ? കിട്ടിയില്ലേ? സാൾട്ട് ആൻഡ് പെപ്പർ സ്വീറ്റ് കോണും സ്പൈസി പൊട്ടറ്റോ. സാൾട്ട് ആൻഡ് പെപ്പർ സ്വീറ്റ് കോണും സ്പൈസി പൊട്ടറ്റോ. സ്വീറ്റ് കോൺ പെപ്പർ. ഇപ്പൊ വരും. കഥ പിടിച്ചിരിക്കുന്നു. He's the dude. ഇതിപ്പോ ആരെടുത്ത് കൊടുക്കുവരെ? വേണ്ട പഠിച്ച അപ്പം ഇങ്ങനെ രാത്രി എന്നിട്ട് തിരിച്ചു വന്നു, കുറേ ലേറ്റായി. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ പിന്നെ ജയവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ജയവിൻ്റെ ഫ്രണ്ട്സ് എൻ്റെയും കൂടെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. അപ്പോൾ ഇവന്മാരൊക്കെ ഉണ്ട്, അജുവും ഹരിയും പുഷ്പനും പിന്നെ ആരൊക്കെയും പിന്നെ ആരൊക്കെയോ ഉണ്ടായി. അവൻ്റെ കസിൻ കിച്ചു ഉണ്ടായി. അങ്ങനെ പിന്നെ വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ടായി. അങ്ങനെ ഇവരൊക്കെ വന്നപ്പോൾ നല്ല രസമായി. അപ്പോൾ എല്ലാവരും വന്നു, ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ. അങ്ങനെ അവിടുന്ന് കാറിൽ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു. എന്നിട്ട് തിരിച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ 12 മണി ആവണ സമയമായപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടായി. അപ്പം എനിക്ക് 12 മണിക്കൊക്കെ വിഷ് ചെയ്തു. പിന്നെ വരാൻ പറ്റാത്ത എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു, സംസാരിച്ചു. എല്ലാവരും രസമായിരുന്നു. എന്താ പറയുക, എനിക്കിങ്ങനെ അപ്പോൾ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി 12 മണിയൊക്കെ ആയപ്പോൾ. എനിക്ക് ആരോട് എന്താ പറയണ്ടേ, ഇപ്പോൾ അവൻ വിളിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കരഞ്ഞു. സത്യം പറഞ്ഞു എനിക്കിങ്ങനെ ഞാൻ ആ ഒരു ബോധത്തിൽ വന്നില്ല. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ഇവരൊക്കെ ഇവിടെ വന്നത് റിയാലിറ്റിയാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ കുറേ പേര് വിഷൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുക 12 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു വിഷൊക്കെ ചെയ്തപ്പോൾ എനിക്കിതൊക്കെ വലിയ കാര്യം വെച്ചാൽ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അതെ പിറ്റേന്ന് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ രാവിലെ ഒരു സ്ഥലം വരെ പോകാമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ തന്നെ ഞങ്ങൾ പിള്ളേരോടെ ഇരുന്ന് യൂനോ ഒക്കെ കളിച്ചു. ലേറ്റായി കിടക്കാൻ വേണ്ടി 1:30 2 മണിയൊക്കെ ആയപ്പോൾ കിടന്നു. പക്ഷെ ഞങ്ങൾക്ക് ആണെങ്കിൽ 3:45 എണീക്കണം, ഒരു സ്ഥലം വരെ പോകണ്ടായി. അതായിരുന്നു പ്ലാന്. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റില്ല, ഞങ്ങൾ ഉറങ്ങിയില്ല. ഞങ്ങളിവിടെ കഥയൊക്കെ പറഞ്ഞ് ഇരുന്ന് നേരം വൈകി. 3:45 അലാറം അടിച്ചപ്പോഴാണ് ഞങ്ങൾ 3:45 അങ്ങനെ രാവിലെ 3:45 എണീറ്റു. എന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി കുറച്ച് പണിയൊക്കെ ഒന്ന് നേരം വെളുക്കാറുള്ളൊരു മൂടായപ്പോൾ ഞങ്ങൾ വെച്ചു സൺറൈസ് കാണാൻ പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടിന്. അപ്പോൾ നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റും, രാവിലെ എണീക്കൊന്നും ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എണീച്ചു നേരം വെളുത്ത സമയപ്പോൾ വെളുക്കാനായി, സൂര്യൻ വന്നില്ല, വെളിച്ചം വന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ അജോ ജീപ്പുമായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ജീപ്പ് കയറി പോയി. നല്ല രസം. എനിക്ക് എന്താ എൻ്റെ ബർത്ത്ഡേ മോർണിംഗ് വേണ്ടത് അതെനിക്ക് കിട്ടി. എനിക്കൊരു ആകെ ഒരു ചെറിയ വിഷമമുള്ളൂ, എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഞാൻ സ്ഥിരം ബർത്ത്ഡേ ആകുമ്പോൾ അലീഷേൻ്റെ ഒപ്പം അമ്പലത്തിൽ പോകുന്നത്. പക്ഷേ അവൾ മൂകാംബിക ആയതുകൊണ്ടു പിന്നെ എനിക്ക് അവളില്ലാത്തതുകൊണ്ട് സീരിയസ് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നിയില്ല. എനിക്കിങ്ങനെ ഒരു ഇത് വന്നില്ല പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ പോയതുമില്ല. അതിന് പകരം രാവിലെ സൺറൈസ് കാണാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ, പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കാണാമോ?
താഴെ കാണുന്നതാണ് കിട്ടാറില്ല. കൈ എടുക്കടി അവിടെ ഫ്ലാഷ് ഓക്കെ അങ്ങനല്ല വേറെ സാധനം ഉണ്ട്. അയ്യോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്നാ ശരി. ഇറക്കുന്നല്ല 360 ഡിഗ്രി. കൊടുക്ക് കൊടുക്ക്. ഞാൻ വെറുതെ ശരിക്കും പേരില്ലേ എന്നെ കുറച്ച് കാര്യം എലീഷന്റെ ഗിഫ്റ്റ്. എന്റെ തന്നെ എന്റെ കുട്ടികൾ ഫ്രണ്ടാണോ അതാ എന്താ എഴുതിക്ക് തന്നത്? നല്ല ടൈം എടുക്കുന്നു. വീടത് പൊട്ടി പോടാ സാരി വേണതാവും. പൊള്ളി പൊള്ളി ഇമ്മ
വേണം ഇനി പൊട്ടു കയ്യില്ല. പുകയിലൊക്കെ ഇറങ്ങി വരുന്നത്. കിട്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് നമസ്കാരം. എല്ലാരും കൊടുക്കും വലിയ സംഗീതം. ഇവിടെ മുമ്പ് പറഞ്ഞു ഇങ്ങോട്ട് തിരിയോ? ഇങ്ങോട്ട് എങ്കി പറയണേ. ലൗഡ് സ്പീക്കർ ഓൺ. എടി പോയി ഞാനല്ലാതെ പിന്നെ ആരുന്നൊക്കെ കളറില്ല ചുട്ടിന് തടിച്ച് കുഴപ്പമില്ല. ഇങ്ങനെ കളർ കളറാ എനിക്കിഷ്ടമല്ലാത്ത സാധനം. സൗണ്ട് ഉണ്ട് പേടിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേയുടെ വീഡിയോ. ഞാനിത് പോസ്റ്റ് ചെയ്യാണ്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അതായത് എൻ്റെ കയ്യിൽ 2-3 ഗിഫ്റ്റ് കിട്ടിയില്ല. അതായത് അഭിരാമി അഞ്ജന ഒരു വാച്ച് വാങ്ങി തന്നിട്ടുണ്ടായി. പക്ഷെ അത് ഡെലിവർ ആയത് എൻ്റെ ലൊക്കേഷനിൽ എന്തോ ഇഷ്യൂ അയച്ചത് ഇവിടേക്ക് ഡെലിവർ ആകുന്ന ഡിലേ അയച്ച് ഇപ്പം അത് അഭിരാമിയുടെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ഗിഫ്റ്റ് കിട്ടി. വേറൊരു റീലിൽ പറയാം, വേറെ റീലിൽ അത് കാണിക്കാം അതെന്താന്നുള്ളത്. അത് ഞാൻ പിന്നെ പറയാം. പിന്നെ അല്ലാണ്ട് എന്താ, പിന്നെ 2-3 ഡ്രസ്സൊക്കെ ഉണ്ടായി. അതൊന്നും പക്ഷേ ഡെലിവർ കറക്റ്റ് സമയത്തായില്ല. ഇനി ഒരാഴ്ച കഴിയും നോക്കിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം എനിക്ക് അതൊന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയും ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടായി. പിന്നെ എൻ്റെ അനിയത്തി എന്താ ഹെയർ മാസ്ക്, ഹെയർ ക്രീം അത് വാങ്ങി തന്നിട്ടുണ്ടായി. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊക്കെ ചുമ്മാ എനിക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ വെക്കണ പോലെ ഉണ്ട്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചതാക്കല്ല. നിങ്ങൾ വിചാരിക്കില്ലേ ഇവളെന്തൊരു ഷോ ഓഫ്. എനിക്കിതൊക്കെ വന്ന് ഇങ്ങനെ പറയണം തോന്നി. അപ്പം ഞാനങ്ങ് പറഞ്ഞു. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണല്ലോ, അപ്പം നമുക്ക് പറയാലോ. വേണ്ടത്തൊന്നും പറയുന്നില്ലല്ലോ ഞാൻ. അത് അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോയിക്കെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങളതെല്ലാം ഇത് ഇവിടം വരെ കണ്ടെങ്കിൽ ഞങ്ങളെ സമ്മതിച്ചെനിക്ക്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം ഇതിനകത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളിത് ഇവിടെ വരെ കണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചെനിക്ക്. നല്ല ക്ഷമയുണ്ട്, നല്ല ക്ഷമ. ജീവിതത്തിൽ ജയിക്കും നിങ്ങൾ. അപ്പം അത്രേ ഉള്ളൂ. ഇവിടെ വരെ കണ്ടതിൽ നന്ദി. ഇനി ഇതുപോലത്തെ ഉണ്ടാവില്ല, ബർത്ത്ഡേ ഒന്നല്ലേ ഉള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറുപ്രാ വീഡിയോസ്, എൻ്റെ ബ്ലാ 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 സാധനങ്ങൾ ഇതിനകത്ത് വരികയായിരിക്കും. അപ്പോൾ ഇത് ലൈക്കും ഷെയറും ചെയ്യുന്ന ഞാൻ പറയില്ല, കൂടിപ്പോവും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാം. ഞാൻ വരും. അപ്പം ശരി, ബൈ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബൈ.